എല്ലാവരും ചേർന്ന് പറയാമോ? കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. വളരെ അനുഗ്രഹീതമായ വേദഭാഗമാണ്. വിശ്വാസത്തിൽ വളരുക എന്ന വളരെ ഗൗരവമുള്ള ഒരു തീമിൻ്റെ കീഴിൽ ഈ ക്രൂസൈഡ് അരങ്ങേറുമ്പോൾ ആ തീം അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആത്മീയൻ അടുത്ത നാളുകളിൽ വൻകരകളുടെ ഉണർവിന് വേണ്ടി പ്രയോജനപ്പെടും. ആ ഭാഗം വായിച്ചപ്പോൾ അതിന് വിശ്വാസത്തിൻ്റെ രണ്ട് തലമുണ്ട്. പഴയ നിയമത്തിൻ്റെ താളുകളിലൂടെ വരുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ ഒന്നാം ഭാഗം. തീയുടെ ബലം കെടുത്തി മരിച്ചവർക്ക് തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനാൽ പ്രിയപ്പെട്ടവരെ കിട്ടി. അടുത്തൊരു പാർട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? രണ്ട് പാർട്ട് ആ വിശ്വാസത്തിനുണ്ട്. അതിൽ രണ്ടാം പാർട്ടെന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ വീക്ഷണമാണ്. ഒന്നാം ഭാഗം പഴയ നിയമ വീക്ഷണമാണ്. പഴയ നിയമ വീക്ഷണത്തിലാണ് അതിൻ്റെ ഒന്നാം ഭാഗമെങ്കിൽ രണ്ടാം ഭാഗം പുതിയ നിയമത്തിൻ്റെ വീക്ഷണമാണ്. അതായത് ആ പുതിയ നിയമത്തിൻ്റെ വീക്ഷണത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പകൽ ഞാൻ പറഞ്ഞു അകത്തെ മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. അകത്തെ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ എന്താണ് എന്നിത്യാദി കാര്യങ്ങളാണ്. നിങ്ങൾ അത് കേൾക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഞാനും നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അകത്തെ മനുഷ്യൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അകത്തെ മനുഷ്യനിൽ നടക്കേണ്ട പുതുക്കപ്പെടൽ. അതിലൊന്നാം ഭാഗം പരിശുദ്ധാത്മാവിലാണെങ്കിൽ രണ്ടാം ഭാഗം കാത്തിരിപ്പിനോട് ബന്ധപ്പെട്ട്, ചിന്തകളോട് ബന്ധപ്പെട്ട് അകത്തെ മനുഷ്യനിൽ നടക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇവിടെ ആ വാക്ക് 4:17-18 ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അകത്തെ മനുഷ്യൻ്റെ കാത്തിരിപ്പ് എന്താണ്? അപ്പോൾ അകത്തെ മനുഷ്യൻ്റെ ആ കാത്തിരിപ്പിനെ നമ്മൾ ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തിന് കർത്താവ് നമ്മെ വിളിച്ചു, ആ വിളിയുടെ ആഴം നാം അറിയണം. എഫെസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നു: കർത്താവ് യേശു ക്രിസ്തുവിനാൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്തിന്? ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. എന്തിന്? നമ്മെ ഇപ്പൊ സ്വർഗത്തിലിരുത്തി. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം 6-ൽ കണ്ടു: വരും കാലങ്ങളിൽ കൃപയുടെ അത്യന്ത ധനം വെളിപ്പെടുത്താൻ. അടുത്തിരിക്കുന്നവരുടെ കൈക്ക് പിടിച്ച് ഷെയ്ക്ക് ചെയ്തിട്ടൊന്ന് പറയാമോ? വരും കാലങ്ങളിൽ കൃപയുടെ അത്യന്ത ധനം വെളിപ്പെടുത്താൻ. ഇപ്പോഴല്ല കേട്ടോ, വരും കാലങ്ങൾ. ഈ വാക്ക് മറക്കരുത്. ഞാൻ 2 കാലം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന്, വരും കാലമെന്ന് അവിടെ പറയുന്നു. അപ്പോൾ എന്തിന് യേശു ക്രിസ്തുവിനെ കണ്ടു? വരും കാലത്ത് കൃപയുടെ അത്യന്ത ധനം വെളിപ്പെടുത്താൻ. ഇന്ന് നമ്മൾ പറയുന്നു രക്ഷിക്കപ്പെട്ടു, കൃപയാലാണ്. ക്രിസ്തീയ ജീവിതം കൃപയാലാണ്. നിൽക്കുന്നു കൃപയാലാണ്. എല്ലാത്തിനും നമുക്കൊന്നേ പറയാനുള്ളൂ: കൃപയാൽ. എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു? കൃപയാല്. എങ്ങനെയുണ്ട് കാര്യം? കൃപയാല്. പക്ഷേ കൃപയുടെ വാല്യൂ എപ്പോഴാണ് വെളിപ്പെടുന്നതെന്നറിയാമോ? വരും കാലത്ത് കൃപയുടെ അത്യന്ത ധനം വെളിപ്പെടും. ഞാനിനി ഈ വരും കാലമെന്ന് പറയുമ്പോൾ മറ്റൊരു വാക്യം കൂടെ കൊണ്ടുവരാം. റോമാലേഖനം 8:18 ഒരു വാക്കുണ്ട്, അതുകൂടെ ഒന്ന് ചേർത്ത് പറയാം. റോമർ 8:18 എഴുതിയിരിക്കുന്ന പദം കൂടെ ഞാൻ പറയുമ്പോഴേ ഇത് മനസ്സിലാകുകയുള്ളൂ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. എല്ലാവരും ഒന്ന് ഉറക്കെ പറയാമോ? തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരം. 2 കാലം നിങ്ങളുടെ അകത്ത് കയറിയെന്ന് തോന്നുന്നു. ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അടുത്തൊരു പദം കണ്ടോ? വരും കാലങ്ങളിൽ കൃപയുടെ അത്യന്ത ധനം വെളിപ്പെടുത്താൻ വിളിച്ചെങ്കിൽ എന്താണ് ഈ കാലം? വരും കാലം. 2 കാലമാണ്. അപ്പോൾ കർത്താവിന് നമ്മളോടുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ കാലത്തിലെ പദ്ധതി അല്ല. നമ്മുടെ പ്രതീക്ഷ മുഴുവനും ഈ കാലത്തിലാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം ഈ കാലത്തിലാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ കാലത്തിലാണ്. ഇതിനൊരു മറുതലപ്പുണ്ട്. സ്വർഗം പറയുന്നത് ഈ കാലത്തിലെ പദ്ധതിക്ക് വേണ്ടിയല്ല നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്, വരും കാലങ്ങളിൽ എൻ്റെ കൃപയുടെ അത്യന്ത ധനം വെളിപ്പെടുത്താൻ.
ഇവിടെ ഈ രണ്ട് കാലങ്ങളിൽ എന്താണ് ഒരാത്മീകൻ ഒരാത്മീകന്റെ ചിന്തയിലേക്ക് വരേണ്ടത്? ഈ കാലമല്ല. പൗലോസ് പറയുന്ന പദം കണ്ടോ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടം. ഈ സാരമില്ലെന്ന് എണ്ണിയതിൻ്റെ ലിസ്റ്റ് വേണ്ടായോ? ഈ സാരമില്ലെന്നൊക്കെ എണ്ണിയതെന്താ? ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും കരയിപ്പിച്ചത് ഈ കാലത്തിലേതാ? നമ്മളെ ഏറ്റവും ഉപവസിച്ചത് ഈ കാലത്തിലേതാ? നമ്മളെ ഏറ്റവും വിഷമിച്ചത് ഈ കാലത്തിലെയാ. പക്ഷെ പൗലോസ് എന്ന മനുഷ്യൻ പറയുന്നു സാരമില്ലെന്നേ. കാരണം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ വരും കാലത്തെക്കുറിച്ചുള്ള വെളിപ്പാടകത്തോട്ട് കയറിയിട്ട് പറയുന്നു, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടം സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. ഞങ്ങളെണ്ണുമല്ല, ഞാൻ. അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങളല്ല, ഞാൻ. ഇവിടെയാണ് ആ പദത്തിൻ്റെ അർത്ഥവ്യാപ്തി. ഇന്ന് രാത്രിയിൽ എല്ലാവരും അങ്ങനെ ആകണമെന്നല്ല. പൗലോസ് പറയുന്നു ഞാൻ എണ്ണുന്നു. അതിൻ്റെ അർത്ഥം എൻ്റെ മേൽ വെളിപ്പെടാൻ പോകുന്ന ആ ഗ്ലോറി റലം എന്താണെന്ന് എനിക്കറിയാം. അപ്പം എന്താ ഈ സാരമില്ലെന്ന് പറഞ്ഞതിൻ്റെ ലിസ്റ്റ് ഞാൻ പെട്ടെന്ന് അങ്ങ് നിരത്താം. കാര്യം ഇതിൻ്റെ ഓർഡറിലൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓർഡറിലൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് ഞാൻ ആദ്യം അങ്ങ് എന്താ സാരമില്ലെന്ന് പറഞ്ഞത് ഞാൻ ലിസ്റ്റ് തരാം. 2 കൊരിന്ത്യർ ലേഖനം 11:23 മുതൽ 30 വരെയുള്ള വാക്യത്തിലാണ്. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, പൈതാഹം, പട്ടിണി, കള്ള സഹോദരന്മാരാപത്ത്, കപടഭക്തിക്കാരാലാപത്ത്, കല്ലേറ്, കപ്പൽ ഛേദം, വെള്ളത്തിലാപത്ത്, കള്ള സഹോദരന്മാരാപത്ത്, പട്ടിണി, പൈതാഹം, ശീതം, നഗ്നത, ആപത്ത്, വാള്, ഉറക്കിളപ്പ്, ഇങ്ങനെ അസാധാരണ സംഗതികൾ. ഇതിൽ നമ്മുടെ ജീവിതത്തിൽ ആകെ ഉള്ളത് ഒരെണ്ണേ ഉള്ളൂ, അത് ഉറക്കളപ്പാണ്. ആ ഒരെണ്ണമേ നമുക്കുള്ളൂ. പക്ഷെ പൗലോസ് പറയുന്നു ഇത്രയും അസാധാരണമായ സംഗതികൾ കൂടാതെ ദിവസേന ദൈവസഭയെക്കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കുണ്ട്. ഇത്രയും വലിയ പ്രതിസന്ധി അനുഭവിച്ച മനുഷ്യൻ അതിനെ നോക്കി സാരമില്ലെന്ന്. കോലിനടി സാരമില്ല, കപ്പൽ ഛേദം സാരമില്ല, കടലിലെ ആപത്ത് സാരമില്ല, നദികളിലെ ആപത്ത് സാരമില്ല, പട്ടിണി സാരമില്ല, ശീതം സാരമില്ല, നഗ്നത സാരമില്ല, ആപത്ത് സാരമില്ല, വാള് സാരമില്ല. ഈ സാരമില്ല എന്നെണ്ണാൻ കാരണം മറുകരയിൽ തൻ്റെ മേൽ വെളിപ്പെടുന്ന ആ ദൈവമഹത്വത്തിൻ്റെ ആഴത്തിലുള്ള വെളിപ്പാട് തൻ്റെ അകത്ത് കത്തിക്കാളിയെങ്കിൽ ഇന്ന് രാത്രി ഇവിടുന്ന് മടങ്ങുമ്പോൾ ആ വിഷനകത്ത് കയറിയിട്ടേ പോകാവൂ. ഇവിടെയാണ് ഒരാത്മീകന്റെ വിശ്വാസത്തിൻ്റെ ചുവട് അല്പം ഉയർത്തി വെക്കുകയാണ്. എന്താണ് നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്? എന്താണ് വരുംകാലം? ഇത് ചിന്തിക്കത്തക്കവണ്ണമുള്ളതുണ്ടോ? നമ്മുടെ ചിന്തയിൽ വരുന്നത് ഒരാത്മീകൻ എന്താ ചിന്തിക്കണ്ടേ? ഞാൻ പകൽ പറഞ്ഞു ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. പൗലോസ് ഇവിടെ പറയുന്നു നമ്മളുടെ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഈ കഷ്ടതയ്ക്ക് താൻ കൊടുത്തൊരു വിവരണം കണ്ടോ? ലഘുവാണ്, എ മൊമെന്റ്. ഇത്രയേ ഉള്ളൂ. ഈ ഒറ്റ വാക്കിൽ താൻ പറയുമ്പോൾ കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാപത്ത്, നദികളിലെ ആപത്ത്, പട്ടിണി, ഇതൊന്നും വലുതായിട്ട് കാണുന്നില്ല. നൊടി നേരം എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇത് കമ്പയർ ചെയ്യുന്നത് എന്നിൽ വെളിപ്പെടാൻ പോകുന്ന ആ തേജസ്സുമായിട്ട്. ഇന്ന് രാത്രി ഒരു ആത്മീകൻ കമ്പയർ ചെയ്യേണ്ടത് ഇന്നിൻ്റെ സുഖലോലുപതയും ഇവിടെയുള്ള സുഖങ്ങളും ഇവിടെയുള്ള അവസ്ഥയും സ്ഥാനമാനവുമല്ല, മറുകര കണ്ടു വേണം ഇവിടെ ജീവിക്കാൻ. ഇതിന് നിരവധി ഇന്നത്തെ ജനത്തിന് ഇത് കേൾക്കുമ്പോൾ അത്ര സന്തോഷം തോന്നണമെന്നില്ല. വളരെ ജെവി പീറ്റർ അങ്കിളിൻ്റെ ഒരു മനോഹരമായ ഗാനമുണ്ട്. തൻ്റെ മാതാവ് മരിച്ച് കിടക്കുന്ന ആ സമയത്ത് തന്നെ താൻ എഴുതിയതാണ്, മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്ന. എത്ര നല്ല പാട്ടാണ്. നമുക്കെല്ലാവർക്കും അറിവുള്ള മനോഹരമായ ഒരു ഗാനമുണ്ട്. നിങ്ങൾക്കൊക്കെ എനിക്കും അറിയാം.
CB താരപ്പനുപദേശി എന്ന് പറയുന്ന കർത്തൃദാസൻ കുന്നംകുളം പഴിഞ്ഞിയിൽ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായിരുന്ന CB താരപ്പനുപദേശി 1900 ആരംഭങ്ങളിൽ കർത്തൃവേലയിൽ വ്യാപൃതനായ ദൈവമനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പഴഞ്ഞിയിലെ പ്രാർത്ഥനാ കൂടാരത്തിലേക്ക് ഒരു കൂട്ടം സഹോദരങ്ങൾ വന്നു. ആ കൂട്ടത്തിൽ വന്നൊരു സഹോദരിയാണ് കുഞ്ഞി എന്നാണ് പറയുന്നത്. കുഞ്ഞി ആ സഹോദരി വന്ന് കർത്താവിനെ സേവിച്ച് മഹത്വപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ വീട്ടുകാർ തന്നെ കെട്ടിയിട്ടു, മുറിയിലിട്ട് പൂട്ടി. എന്നിട്ട് പറഞ്ഞു ഇനി പോകരുതെന്ന്. അപ്പനും സഹോദരങ്ങളും കൂടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരി വീണ്ടും പോയപ്പോൾ വീണ്ടും അവർ പൂട്ടിയിട്ടു. അവർ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനം കഴിഞ്ഞ് വീണ്ടും തുറന്നു വിട്ടപ്പോൾ വീണ്ടും പോയി പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ തുടർമാനമായപ്പോൾ ക്രൂരമായ ശിക്ഷ നടപടി എന്നോണം മുറിയിലിട്ട് പൂട്ടിയിട്ട് കൈകാലുകൾ ചങ്ങലയിട്ട് കെട്ടി. എന്നിട്ട് പറഞ്ഞു നിന്നെ ഇനി പുറത്തു വിടത്തില്ല, നീ പ്രാർത്ഥനയ്ക്ക് പോകും. അവൾ പറഞ്ഞു എന്നെ വിട്ടാ ഞാൻ പോകും. അങ്ങനെ അവിടെ കിടന്ന് പട്ടിണി വിടാൻ തുടങ്ങി. ഭക്ഷണം കൊടുക്കാതായി പട്ടിണിക്കിട്ട് ആ സഹോദരിയെ ദണ്ഡിപ്പിച്ചു. അങ്ങനെ ചരിത്രം പറയുന്നത് അവിടെ ആ മുറിയിൽ തന്നെ കുഴി കുത്തി മലമൂത്ര വിസർജനം മുറിയിൽ തന്നെയായിരുന്നു നടന്നത്. അങ്ങനെ നടന്ന് ചില നാളുകൾ കഴിഞ്ഞ് കുഞ്ഞി അവിടെ കിടന്ന് പട്ടിണി കൊണ്ട് നരകയാതനയോടെ മരിച്ചു. അപ്പോൾ CB താരപ്പനുപദേശി ഇതറിഞ്ഞു. ഉള്ളം പിടച്ചിട്ട് അന്ന് താൻ എഴുതിയൊരു പാട്ടുണ്ട്. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി. മനോഹരമായ ഗാനം. എനിക്ക് പാടാൻ അറിഞ്ഞൂടാ. എത്ര മനോഹരമാണത്. അങ്ങനൊരു കൂട്ടം തലമുറകൾ അവിടെ പോയെങ്കിൽ ഈ ടീമിൻ്റെ ലാസ്റ്റ് വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പരിഹാസം, ചമ്മട്ടി, ഈർച്ചവാൾ, കാരാഗ്രഹം, പച്ച മൃഗത്തിൻ്റെ തോലുരിച്ച് വെളിമ്പ്രദേശത്ത് കിടക്കുമ്പോഴും അവർ ഈ മാർഗം തള്ളിയില്ല. അവരെ ചലിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഇവിടുത്തെ സുഖങ്ങളോ വിടുതലോ അല്ല, മറുകര കൃത്യമായി കണ്ട് അവരിവിടെ ജീവിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ആവശ്യം സുഖങ്ങൾ തേടിയുള്ള ഒരു യാത്രയല്ല, നിത്യതയുടെ ഘനമേറിയ വെളിപ്പാട് പ്രാപിച്ചു പറയണം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ തേജസ്? ഇത്ര വിചാരിക്കാൻ മാത്രമുണ്ടോ? ഞാനത് വിചാരിക്കാൻ മാത്രമുള്ള രീതിയിലൊന്ന് പെട്ടെന്ന് പറയാം. എന്നിട്ട് ഞാൻ ആ ഭാഗത്തോട് കൂറു പുലർത്തിയൊരു കാര്യം കൂടെ പറയുമ്പോൾ ഒരു 8:50 ഈ വിചാരിക്കാൻ നമ്മിൽ വെളിപ്പെടാനുള്ളത് എന്താ? അത് പറയും മുൻപ് വരുംകാലം എന്ന പദമാണ്. എന്താ ഈ വരുംകാലം? നമ്മൾ ഈ ജീവിക്കുന്ന കാലം നൊടി നേരമെന്ന് പറയണമെങ്കിൽ വരുംകാലവുമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോഴേ ഈ കാലം ചെറുതാണെന്ന് തോന്നും. നമ്മുടെ ലക്ഷ്യവും പ്രാർത്ഥനയും ആരാധനയും ഉപവാസത്തിൻ്റെ വിഷയമല്ല ഈ കാലമാണ്. എന്നാൽ വരുംകാലം എന്താ? താമസമെന്നെ കാഹളനാദം മുഴങ്ങും. ഒരു കൂട്ടം ഇവിടുന്ന് പറന്നു പോകും. അങ്ങനെ കാഹളനാദം മുഴങ്ങി പോകുന്നൊരു കൂട്ടമുണ്ട്. ആ കൂട്ടം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്ന 7 കൊല്ലം മണിയറവാസമാണ്. അത് കഴിഞ്ഞ് ഇവിടെ വരികയാണ് 1000 ആണ്ട് വാഴ്ചയ്ക്ക്. പിന്നീട് ന്യായവിധി, നിത്യത. അപ്പോൾ തന്നെ എണ്ണിയിടത്തിൽ 1007 പ്ലസ് നിത്യത. 80 കൊല്ലം ജീവിച്ചിടത്ത് 1000 ആണ്ട് വരുമെന്നറിയുമ്പോഴല്ലേ സന്തോഷം. നമ്മൾ ഈ 80ഉം 90ഉം ഒക്കെ തികയ്ക്കാൻ പാടുപെട്ടിടത്ത് 1000 ആണ്ട് കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആ കർത്താവിനോടൊപ്പം നമ്മളും ഉണ്ടാകുമെന്നതല്ലേ ഏറ്റവും വലിയ പ്രതീക്ഷ. അങ്ങനാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. എന്താണ് നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്? അവിടെ പറയുന്നു ആ തേജസ്, ആ വെളിപ്പെടാനുള്ളത് എന്താ? നമുക്കതൊന്ന് മനസ്സിലാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ നമ്മിൽ നടക്കാൻ പോകുന്ന ഒന്നാമത്തെ പ്രവൃത്തി, കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ ഇവിടുന്ന് സംഭവിക്കുന്ന കാര്യം, ഇവിടുന്ന് ഒരു കൂട്ടം ഉയർക്കുക. ഉയർക്കുമ്പോൾ, ഉയർപ്പ് നടക്കുമ്പോൾ നമ്മൾ പറയുന്നു എല്ലാവരും കൂടി ഉയർക്കുന്നു. പക്ഷേ 2 രീതിയിൽ ആ ഉയർപ്പ് നടക്കുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാം. 2 കൊരിന്തി ലേഖനമാണ്, 5:10 ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ശേഷം റോമാലേഖനം 14:10 10-12 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോണേ. 2 കൊരിന്തി ലേഖനം 5:10 ആരംഭത്തിലൊന്ന് വായിക്കണം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടത്. നാം എല്ലാവരും, ആ വാക്ക് കണ്ടോ? നാം എല്ലാവരും. വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. അഗാത്തോസ് ഫോളോസ്, നല്ലതും തീയതും.
ശേഷം പറയുകയാണ് അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും, പൗലോസ് പറയുന്നു ഞാനും ഉണ്ട് നിങ്ങളും ഉണ്ട്, നാം എല്ലാവരും. കൊരിന്ത് സഭയോട് പറയുന്നു നാം എല്ലാവരും. 2 കൊരിന്ത്യ ലേഖനത്തിലെ വാക്യമാണ്. ഇനി റോമാലേഖനം 14:10-12 14:10 ബി പാർട്ട് മുതൽ വായിച്ചാൽ മതി. അല്ല, നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ റോമാ സഭയോട് പറയുന്നു നാം, ഞാനും നിങ്ങളും, നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും. 12-ാം വാക്യം ശ്രദ്ധിച്ചോളൂ. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി. അപ്പൊ ശ്രദ്ധിച്ചോളൂ, കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ ഈ പോകുന്ന കൂട്ടത്തിൽ 2 കാറ്റഗറി. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഈ 2 വാക്യങ്ങൾ ഒന്ന് മെർജ് ചെയ്യാൻ പോകുകയാണ്. അതായത് 2 കൊരിന്ത്യർ ലേഖനം 5:10 വായിച്ചു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ. എന്താ ഈ ശരീരത്തിലിരിക്കുക? ഒരാൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കാഹളം മുഴങ്ങും വരെയോ മരിക്കും വരെയോ, ശ്രദ്ധിച്ചോണേ, ആ കാലം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ മരിക്കുകയോ കാഹളം മുഴങ്ങും വരെയുള്ള സമയമാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരാൾ എത്ര നാൾ ഇവിടെ ജീവിച്ചോ അത്ര നാളാണ് ശരീരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ. 20-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ട വ്യക്തി 30-ാം വയസ്സിൽ മരിച്ചാൽ ആ ആൾ 10 കൊല്ലം ശരീരത്തിലിരുന്നു. ഒരാൾ 10-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, 25-ാം വയസ്സിൽ മരിച്ചു, അദ്ദേഹം 15 വർഷം ഈ ശരീരത്തിലിരുന്നു. ആ ശരീരത്തിലിരുന്നതിൻ്റെ കിട്ടുന്നുണ്ടോ? ശരീരത്തിലിരുന്നു. അപ്പൊ ഇനി 2 കാറ്റഗറി പറയാം. കാഹളം മുഴങ്ങുമ്പോൾ 2 കാറ്റഗറി പോകുന്നു. ഒന്ന് ശരീരത്തിലിരുന്നവരാ, 2 ശരീരത്തിലിരിക്കാത്തവരാ. അതായത് രക്ഷിക്കപ്പെടുന്ന ഉടനെ മരിച്ചവരും. രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ വെന്റിലേറ്ററിൽ കിടന്നു, രക്ഷിക്കപ്പെട്ടു, ഉടനെ തന്നെ മരിച്ചുപോയി. അവർ ശരീരത്തിലിരുന്നില്ല. ഇനി അടുത്തൊരു കൂട്ടമുണ്ട്, ഈ ശിശുക്കളുണ്ട്, അവർ ശരീരത്തിലിരിക്കാൻ പറ്റിയില്ല, അവർ ആ കൂട്ടത്തിലുണ്ട്. അടുത്തൊരു കൂട്ടമുണ്ട്, ഈ കാഹളം മുഴങ്ങുന്ന ആ മൊമെന്റിൽ രക്ഷിക്കപ്പെടുന്നവരുണ്ട്. ഈ രക്ഷിക്കപ്പെട്ടു, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാമേ, അപ്പോഴേക്കും കാഹളം മുഴങ്ങി. അവർ പോലും വിചാരിച്ചില്ല മുഴങ്ങുന്ന. അങ്ങനൊരു കൂട്ടം. അതായത് രക്ഷിക്കപ്പെട്ട ഉടനെ പോകുന്നൊരു കൂട്ടമുണ്ട്. അവരങ്ങനെ ശരീരത്തിലിരിക്കാൻ പറ്റാത്തവർ, അവരാ കൂടെ പോകും. ഒരു ചെറിയ കൂട്ടം കേട്ടോ. മറ്റൊരു മെജോറിറ്റിയാണ് ശരീരത്തിലിരുന്നവർ. അതായത് ഒരു ദിവസം മുതൽ കർത്താവ് വരുന്നവരെ ശരീരത്തിലിരുന്നു, രക്ഷിക്കപ്പെട്ട ശേഷം ഇരുന്നു. ഇവർ ചെല്ലുക, എങ്ങോട്ട് പോകുന്നു? കർത്താവിൻ്റെ മുൻപിൽ. അവിടെ നാം എല്ലാവരും ന്യായാസനത്തിൻ്റെ മുൻപാകെ, ബീമാ സീറ്റ് എന്ന് പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടെ എന്താ നടക്കുന്നതെന്നറിയാമോ? അവിടെ ശിക്ഷ വിധിച്ച് നരകത്തിൽ കളയില്ല, അതൊരു ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ആരും വിഷമിക്കരുത്, ആരും പേടിക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടിരിക്കണം. ശിക്ഷ വിധിച്ച് ആരും നരകത്തിൽ കളയുന്നൊരു സ്ഥലമല്ലത്. പിന്നെന്താ, നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? നമ്മൾ ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ. പൗലോസ് ഇരുന്ന് പറയുന്നു, നമ്മിൽ വെളിപ്പെടാനുള്ള ഈ മനുഷ്യൻ ഇങ്ങനെ വിചാരിക്കണമെങ്കിൽ ഇതിനത്രയ്ക്ക് സ്വാധീനം ഉണ്ടല്ലോ. അതെന്താണെന്ന് അറിയണ്ടേ? നമ്മളൊന്ന് അറിഞ്ഞിട്ട് ഇന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മളും പറയണം, സാരമില്ല കേട്ടോ എന്ന് പറയണം. അതിന് എന്താ അവിടെ നടക്കാൻ പോകുന്നത്? അവിടെ ശിക്ഷ വിധിച്ച് നരകത്തിൽ കളയുകയല്ല. പിന്നെന്താ അവിടെ എഴുതിയിരിക്കുന്നു? നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അത് ബോധിപ്പിക്കണം. നല്ലതും തീയതും അഗത്തോസ്, ഫോളോസ് എന്ന 2 പദം അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രയോജനമുള്ളത്, പ്രയോജനമില്ലാത്തത്. ആർക്കെന്നറിയാമോ? കർത്താവിനോട് ബന്ധപ്പെട്ട. അപ്പോൾ അറിയേണ്ട കാര്യം, കർത്താവിനോട് ബന്ധപ്പെട്ട് പ്രയോജനമുള്ളതും പ്രയോജനമില്ലാത്തതും ഇതവിടെ ബോധിപ്പിക്കണം. എവിടെയാ? നമ്മൾ അവിടെ ബോധിപ്പിക്കണം. എങ്ങനെ ബോധിപ്പിക്കണം? നമ്മിൽ ഓരോരുത്തൻ, നാം എല്ലാവരും, നമ്മിൽ ഓരോരുത്തൻ. എല്ലാവരും എന്നായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ചെന്നിട്ട് കൂട്ടമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. പക്ഷേ ഇതങ്ങനല്ല. പ്രയർ സെൻറ്ററിലെ എല്ലാവരും കൂടെ അല്ല, IPCയിലെ പാസ്റ്റർമാരായ ഞങ്ങളെല്ലാവരും കൂടെ അല്ല, ചർച്ച് ഓഫ് ഗോഡുകാർ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പേരിലല്ല, ശാലേമോ ഷാരോൻ്റെ പേരിലല്ല, ഇൻഡിപെൻഡൻ്റെ പേരിലല്ല, കുടുംബ പേരിലല്ല, സ്ഥലപ്പേരിലല്ല, പാനലിൻ്റെ പേരിലല്ല, ഗ്രൂപ്പിൻ്റെ പേരിലല്ല, സെല്ലിൻ്റെ പേരിലല്ല. നാം എല്ലാവരും, നമ്മിൽ ഓരോരുത്തൻ എന്ന് പറയണം, കണക്ക് ബോധിപ്പിക്കണം. എന്തിൻ്റെ കണക്ക് ബോധിപ്പിക്കണം? അവിടെ കയറി നിന്നിട്ട് നമ്മളോട് കർത്താവ് പേര് വിളിക്കും. മോള് വന്നാട്ടെ, ഇന്ന പ്രയർ സെൻറ്ററിൽ നിന്ന് ഇന്ന ആൾ വന്നാട്ടെ. നമ്മൾ കയറി അങ്ങോട്ട് നിൽക്കുമ്പം കർത്താവ് പറയും ബോധിപ്പിക്കേ. നമ്മൾ ചോദിക്കും, എന്താ കർത്താവേ?
നല്ലവനും വല്ലവനും അതല്ല വിളിച്ച നാൾ മുതൽ അതുമല്ല. പിന്നെന്തുവാ? എനിക്ക് പ്രയോജനമുള്ളത്. ആർക്കാ? കർത്താവ് പറയാ, കുഞ്ഞെ, എനിക്ക് നീ ശരീരത്തിലിരുന്നപ്പം മുതലേ എനിക്ക് പ്രയോജനം വരുന്നതൊക്കെ നീ ചെയ്തത് പറയണം. കരിസ്മ ക്രൂസേഡിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തിയിട്ട് കർത്താവിന് പ്രയോജനമുള്ളത് പറയാൻ പറഞ്ഞാൽ നെഞ്ചും വിരിച്ച് പറയാൻ പ്രാഗൽഭ്യമുണ്ടോ? നമ്മൾ പറയും, ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്ന കർത്താവേ. അത് നിൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റും കൊണ്ട് വന്നതല്ലേ? പിന്നെ ഞാൻ സ്തോത്രകാഴ്ച കിട്ടും. അത് നീ 1 വെച്ചാൽ 10 കിട്ടുമെന്നും പറഞ്ഞല്ലേ? ഇതൊക്കെ നമുക്കിതേ ഉള്ളല്ലോ. ഇതല്ലാതെ പ്രയോജനമുള്ള വല്ലതും ഉണ്ടോ ഇന്ന് രാത്രി? ഇതല്ല. നമ്മൾ മാത്രമല്ല കേട്ടോ. ഏഷ്യ ഭൂഖണ്ഡം, യൂറോപ്യൻ ഭൂഖണ്ഡം, അമേരിക്കൻ ഭൂഖണ്ഡം, പിന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡം, അങ്ങനെ ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വിശുദ്ധന്മാർ അണിനിരക്കുന്ന വലിയൊരു വേദിയിൽ ഓരോരുത്തരെ പേര് വിളിച്ച് കയറ്റി നിർത്തും. കയറ്റി നിർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് പ്രയോജനമുള്ളതെന്ന് പറയണം. അവിടെ ഒരു കൂട്ടമുണ്ട് മറുഭാഗത്ത്, ഈ ശരീരത്തിലിരിക്കാൻ പറ്റാത്തവരാ. അവരവിടെ കുറച്ചു പേരിരിക്കുക. കാര്യം അവർക്ക് രക്ഷിക്കപ്പെട്ട അന്ന് വന്നു പെട്ടതാ. അവർക്ക് ഓവർ എക്സൈറ്റ്മെൻറ്റാണ്. കാരണം ഈ സ്വർഗമൊന്നും അറിയത്തില്ലായിരുന്നു. അവർക്ക് സ്വർഗത്തിൽ അവരറിയാതെ വന്നു പെട്ടവരാ. അവരിതൊക്കെ ഭയങ്കര ഇതൊക്കെ കണ്ട് ഇങ്ങനെ കണ്ണും മഴിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇതുകൊണ്ട് തൂണ് ഇങ്ങനെ ഇരിക്കുക. നമ്മളിതെല്ലാം കേട്ടു, പ്രസംഗം കേട്ടു, ആരാധിച്ചു, സിംഹാസനത്തിൽ കുഞ്ഞാടിനെ വാഴ്ത്തുന്നു, ഇങ്ങനെ ഒരുപാട് നാൾ പാടി ആരാധിച്ച നമ്മൾക്കിതറിയാം. നമ്മൾ ചെന്നപ്പം വിളിച്ച് കയറ്റിയിട്ട് ചോദിക്കുക പ്രയോജനമുള്ളത്. നമ്മളവിടെ നിന്ന് ഒരുങ്ങുമ്പം ആ ചെറിയ കൂട്ടം ഇരുന്ന് അടക്കം പറയും, ഇവളല്ലേ പറഞ്ഞേ 40 കൊല്ലമായെന്ന്, ഇവനല്ലേ പറഞ്ഞ് 70 കൊല്ലമായിട്ട് ഇറങ്ങിന്ന്. വർഷങ്ങളുടെ പഴക്കം പറയുമ്പോൾ ഓർക്കണം, 5 കിട്ടിയവനോട് 5 ചോദിക്കും. സ്വതന്ത്രം അവിടെ കയറ്റി നിർത്തിയിട്ട് ചോദിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ മുൻപിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി അപ്രാഗൽഭ്യമുണ്ടാകും? ഞാൻ കർത്താവെ ജീവിച്ചത് നിനക്ക് പ്രയോജനമാണ്, ഞാൻ ആരാധിച്ചത് നിനക്ക് പ്രയോജനമാണ്, എൻ്റെ ഉപവാസം നിനക്ക് പ്രയോജനമാണ്, എൻ്റെ പ്രസംഗം നിനക്ക് പ്രയോജനമാണ്, എൻ്റെ ശുശ്രൂഷ നിനക്ക് പ്രയോജനമാണ്, എൻ്റെ ഓരോ ദിവസവും നിനക്ക് പ്രയോജനമായിരുന്നു. ഇന്ന് രാത്രി ഇത് പറയാൻ അവിടെ കയറി നിൽക്കണം. ഏതായാലും നമ്മൾ പറയും, എന്താ അറിയുക, കർത്താവെ ഞാൻ പരസ്യവും നടത്തി, ട്രാക്റ്റ് കൊടുത്തു, ഞാൻ സുവിശേഷ യോഗത്തിൽ പോയി, കരിസ്മ ക്രൂസേഡിൽ നടന്നപ്പോൾ ഞാനും ചെറിയൊരു സംഭാവന കൊടുത്തു. ഇതൊക്കെ നമ്മൾ എഴുന്നേറ്റെന്ന് പറയും. നമ്മുടെ ആണോ ഇല്ലാത്തത്? നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മളിതൊക്കെ പറയും, ഒരുപാട് ചെയ്തെന്നാണ് നമ്മുടെ ചിന്ത. കസേരയിട്ടു, ഫുഡ് വിളമ്പി, ഞാൻ പന്തലിന് കാല് നാട്ടി, ഞാൻ പിന്നെ ഉദ്ദേശിമാർക്ക് വളരെ കൈത്താങ്ങലായിരുന്നു. ഞാൻ ഇവിടെ തിരുവല്ല മുഴുവനും നടന്നു. ഇതൊക്കെ പറയുമ്പോൾ കർത്താവ് പറയും, പോകാതെ നിൽക്കേ. രണ്ടാമത്തെ കാര്യം നീ ബോധിപ്പിച്ചില്ലേ. ഇനി രണ്ടാമത്തെ കാര്യം 1 കൊരിന്ത്യർ ലേഖനം 3:13 വാക്യം, ആ ദിവസം അതിനെ തെളിവാക്കും. രണ്ടാം കാര്യം, അന്ന് കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? അപ്പോക്കാലിപ്റ്റോ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ ഈ പറഞ്ഞതിൻ്റെ മറുഭാഗം കർത്താവ് വെളിപ്പെടുത്തും. എല്ലാ പ്രവർത്തിക്കും 2 വീക്ഷണമുണ്ട്. ഒന്ന് നമ്മൾ കാണുന്നു, മറ്റൊന്ന് കർത്താവ് കാണുന്നു. നമ്മൾ ഈ ചെയ്തതെല്ലാം കൂടെ കർത്താവ് തിരിച്ചു പറയും, ഞാൻ കണ്ടത് എങ്ങനെയാണെന്ന് കാണണ്ടേ. സ്തോത്രം. ഇനി അടുത്ത കാര്യമാണ് അവിടെ പറയുന്നു, ആ ദിവസം അതിനെ ശോധന ചെയ്യും. എങ്ങനെയാണെന്നറിയാമോ? തീ തന്നെ ശോധന ചെയ്യും. അവിടെ നടക്കുന്ന അടുത്തൊരു കാര്യം ശോധന. എന്താണെന്നറിയാമോ? നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ പ്രവൃത്തിയെല്ലാം ഉണ്ടല്ലോ, പറയുന്ന പ്രവൃത്തിയെല്ലാം ശോധന ചെയ്യും. ഒരു കാര്യം ഓർത്തോണം, അവിടോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം ഓർക്കണം, പ്രവർത്തിച്ചവരുടെ കാര്യമാണ്. പ്രവർത്തിക്കാത്ത ഒരുപാട് പെണ്ണ് ഇവിടെ ഉണ്ട്. രക്ഷിക്കപ്പെട്ടിട്ട് ഇത്രയും കൊല്ലമായി ഇതുവരെ സുവിശേഷം പറഞ്ഞിട്ടില്ല. നമ്മൾ കാരണം വിശ്വാസി പോയതല്ലാതെ, നമ്മൾ കാരണം സഭ പൊളിഞ്ഞതല്ലാതെ,
നമ്മളത് കാരണം ഒരെണ്ണം കോളവായതല്ലാതെ. കർത്താവിന് വലിയ നഷ്ടമാണ് നമ്മൾ ഒരുക്കുന്നത്. കാരണം നമ്മൾ വന്നേ പിന്നെ എത്ര പേരുടെ വിശ്വാസം പോയി. പക്ഷെ കർത്താവ് ചോദിക്കുന്നത് എനിക്ക് പ്രയോജനമുണ്ടോ? അപ്പോൾ അവിടെ നടക്കുന്ന ആ കാര്യം തീ കൊണ്ട് ശോധന, സിംബോളിക്കല. തീ കൊണ്ട് ശോധന ചെയ്യുക പറഞ്ഞാൽ ഒരു വലിയ തീക്കകത്ത് കയറ്റി വിടുക എന്നൊന്നുമല്ല. കാരണം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, വചനം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ആ ശോധന എന്ന് പറയുമ്പോൾ തീയിൽ കൂടി എന്ന പോലെ എന്ന് പറഞ്ഞാൽ തീക്കകത്തോട് നമ്മളൊന്ന് കയറി ഇറങ്ങിയാൽ എന്താകുമെന്ന് ഒരേ ഓർത്തോണം. വെന്ത് നിൽക്കും. അത് നാണം കെട്ട് വേകുമെന്നും ചിന്തിക്കാം. നമ്മുടെ ചെറിയ സാധനം വരെ അത് ക്രിസ്റ്റൽ ക്ലിയറായി വെളിപ്പെടും. അതങ്ങ് ചിന്തിച്ചാൽ മതി. ഞാനതിന് ഒരു നല്ല ആശയം പറയാം. നമ്മുടെ പ്രവൃത്തിയുടെ 4 കാര്യങ്ങൾ അവിടെ അങ്ങ് വെളിപ്പെടുത്തും. ഇതുപോലെ ഒരു വലിയ ഡിസ്പ്ലേ വെക്കും. എന്നിട്ട് എല്ലാവരും, ആഫ്രിക്കക്കാരും യൂറോപ്പിലുള്ളവരും അമേരിക്കക്കാരും ഏഷ്യയിലെ എല്ലാവരും കാണുന്ന രീതി ഡിസ്പ്ലേ വെക്കും. അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഓരോ ടാബ് തന്നു നമ്മളെ മാറ്റി നിർത്തുമല്ല. നമ്മുടെ വിചാരം നമ്മളുടെ ടാബ് ഇരുന്നു, ഞാൻ മാറിയിരുന്ന് എൻ്റെ അത് കാണുന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞ് മാറിയിരിക്കുക, ഞാൻ എൻ്റെ കണ്ടിട്ട് പിന്നെ വരാം. ആ പരിപാടിയല്ല ഇത്. ഡിസ്പ്ലേ വെച്ച് എല്ലാവരെയും കാണിക്കുക. നിങ്ങൾ പേടിക്കേണ്ട, വേറൊന്നും കാണിക്കുകയല്ല. അതുകൊണ്ട് പോകാതിരിക്കേണ്ട. ചിലർ ദൈവമേ ഇതെല്ലാവരും കാണും. ഇല്ലില്ല, ആ കാര്യത്തിൽ പേടിക്കണം. കർത്താവിൻ്റെ പ്രയോജനമുള്ളതും പ്രയോജനമില്ലാത്തതും. അല്ലാതെ അതെല്ലാം കൂടെ കാണിച്ചിട്ട് ദൂതന്മാരിറങ്ങി ഓടും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവിടെ ചെയ്യുന്ന കാര്യം കർത്താവിനോട് ബന്ധപ്പെട്ട് പ്രയോജനമുള്ളത് ഇല്ലാത്തത്. അപ്പോൾ അതെല്ലാവരും കാണുന്ന രീതിയിൽ ഇവിടെ എന്താ, നമ്മൾ കയറി നിന്ന് പറയും. എന്ത് പറയും എന്നറിയാമോ? ഞാൻ കരിസ്മ ക്രൂസൈഡിന് പിരിവ് കൊടുത്തു. അപ്പോൾ എല്ലാവരും കൈയടിക്കും. എല്ലാവരും കൈയടിക്കും. ആഫ്രിക്കക്കാരൊക്കെ ഇവിടെ നിന്നുള്ളതാണ്, ഇത് പ്രയർ സെൻറ്ററിൽ നിന്നാണ്. അങ്ങനെ ഈ പ്രാവശ്യത്തെ കരിസ്മയ്ക്ക് പുള്ളിയാണ് കൂടുതൽ ഫണ്ട് കൊടുത്തേ. എല്ലാവരും കൈയടിക്കും. അപ്പം നമ്മളിങ്ങനെ കോളറൊക്കെ പിടിച്ചൊന്ന് നിവർത്തി അവിടെ നിൽക്കുമ്പോൾ കർത്താവ് പറയും, പോകാൻ വരട്ടെ കേട്ടോ. അതിനെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാം. എങ്ങനെയാണെന്നറിയാമോ? നീ കൊടുത്ത പണം കൊടുത്തപ്പോൾ ഇനി നീ അതൊരു പ്രവൃത്തിയല്ല ചെയ്തേ, അതിൻ്റെ 4 കാര്യം ഞാനൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പോവാം കേട്ടോ. അതിലൊന്നാമത്തെ കാര്യം സഭാപ്രസംഗയാണ്. 12-ന്റെ 14 വാക്യമാണ്. മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവൃത്തി സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. അപ്പോൾ അവിടെ ഒന്നാമത് നടക്കുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ രഹസ്യമാണ്. നമ്മൾ ഈ പിരിവ് കൊടുത്തല്ലോ, ആ പിരിവ് കൊടുത്ത ഒരു പ്രവൃത്തിയല്ലേ, പക്ഷേ അതിനൊരു രഹസ്യമുണ്ട്. അത് നമ്മുടെ മനസ്സിലായിരിക്കുന്നത്. ഞാനിത് പറഞ്ഞെന്നും പറഞ്ഞ് ഇനി കൂടുതൽ കൊടുത്തോളും കൊടുക്കാതിരിക്കരുത്, വിഷമം കയറിയിട്ട്. അപ്പോൾ ഈ സകല പ്രവൃത്തിയുടെ രഹസ്യം എന്താ കേട്ടോണം. നമ്മൾ പിരിവ് കൊടുത്തു, നമ്മൾ 1 ലക്ഷമോ 2 ലക്ഷമോ പിരിവ് കൊടുത്തു. അത് നല്ല കാര്യമാണ്. കർത്താവ് പറയുന്നു, ഞാൻ അതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തട്ടെ. അതായത് ഈ പിരിവ് കൊടുത്തപ്പോൾ, ആ പ്രവൃത്തി നടന്നപ്പോൾ ഒരു രഹസ്യഭാഗത്തുണ്ട്. അത് ഡിസ്പ്ലേ വരും. എന്താണെന്നറിയാമോ? കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മറ്റേ പുള്ളി മിക്കവാറും 10,000, ഈ പുള്ളി 15,000, മറ്റേ പുള്ളി 25,000, മിക്കവാറും മറ്റേ ആൾ 50,000 രൂപ. ഞാൻ 1 ലക്ഷം കൊടുത്തു കഴിയുമ്പം എല്ലാവരും പറയും, കണക്ക് വായിക്കുമ്പോൾ പാഠ്യപുസ്തകത്തിൽ പേര് വരുമ്പോൾ എൻ്റെ മെമ്മറിണ്ടില്ല. അതിലൊരു ഗൂസ് ബംസോ ബോസ്റ്റിങ്ങോ എന്തായാലും പറയാം, എന്തായാലും ആയിക്കോട്ടെ, അതൊരു മനസ്സിലൊരു നിർവൃതി ഉണ്ടല്ലോ, അത് ആ ഡിസ്പ്ലേ കാണും. ഇറങ്ങി ഓടാൻ പറ്റുമോ അവിടുന്ന്? ആഫ്രിക്കക്കാരൊക്കെ ചോദിക്കും, ഈ പുള്ളിയാണോ പോയി കൊടുത്തേ? മിക്കവാറും പലരും അവിടെ വൈറലാകും. അവിടെ പലതും വൈറലാകും. എനിക്ക് തോന്നുന്നു നമ്മൾ കാരണം അവരെല്ലാം ചിരിക്കും. അവിടെ കയറി നിന്ന് കഴിയുമ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോഴേ യൂറോപ്പ് ഈ പുള്ളിയാണ് കൊടുത്തേ. അയ്യോ, നമ്മളവിടെ തന്നെ ഒരു സൈഡിൽ നിന്ന് കർത്താവിന് പോട്ടെ, പോകാൻ വരട്ടെ, ഇനിയും ഉണ്ടല്ലോ. കർത്താവ് പറയും, ഇത് രഹസ്യമല്ലേ ആയുള്ളൂ, ഇനി ബാക്കി അടക്കുകയല്ലേ. തീ കൂടി അതാ നമ്മൾ വേഗം നിന്ന് പിടികിട്ടിയോ? തീയിൽ വെന്തു തീ കൂടി എന്ന പോലെ എന്നുള്ളത് ഇപ്പോഴാണ് പിടികിട്ടിയോ? നമ്മളവിടെ നിന്ന് ഉരുകുക. കർത്താവെ പോട്ടെ, പോകാൻ വരട്ടെ, ഇനിയും ഉണ്ടല്ലോ, ഇത് രഹസ്യമല്ലേ ആയുള്ളൂ.
വെളിപ്പാട് 2:23 കിടക്കുകയാണ്. ഞാൻ ഉൾഭൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭയും അറിയും. അതായത് പ്രവൃത്തിയുടെ പിൻപിലുള്ള സകല ചിന്തകളും. ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നല്ലോ. എല്ലാ പ്രവൃത്തിക്കും ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. എല്ലാ പ്രവൃത്തി നടക്കുന്നതിന് മുൻപും പോലെ കുറേ പ്ലാനിങ് ഉണ്ട്. ഈ പ്ലാനിങ് എല്ലാം അന്നേരം ഇപ്പോൾ നമ്മൾ നോക്കുമ്പം ഞാൻ എല്ലാം ദൈവനാമ മഹത്വത്തിലാണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പുനലൂർ സെൻട്രൽ കൺവെൻഷന് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് പരസ്യവും കൊണ്ട് ഞാൻ നോക്കിയപ്പം നല്ല പരസ്യമാണ്. എനിക്ക് ഇഷ്ടം തോന്നി. ഞാനതിനെ മനസ്സിൽ ചിന്തിച്ച്, കർത്താവേ, ദൈവം ഇവരെ മാനിക്കുന്ന ഒരു ദിവസം എത്ര വലുതായിരിക്കും. ഞാൻ നോക്കിയപ്പം അവിടെ ഒരാൾ ഫേസ്ബുക്കിൽ ലൈവ് ഇടുക. അപ്പോഴെനിക്ക് പിടികിട്ടി, പോയി, ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാര്യം അപ്പോഴെനിക്ക് പിടികിട്ടിയേ, പരസ്യവും നടത്തുന്നെങ്കിലും ഇവൻ ഫേസ്ബുക്കിൽ ലൈവ് ഇടുക. അപ്പോൾ ഇത് ഡിസ്പ്ലേ കാണിക്കുമ്പോൾ കർത്താവ് ചോദിക്കും, എന്തിനാടാ കുഞ്ഞെ നീ ലൈവ് ഇട്ടേ? ഈ പരസ്യോഗം നടത്തുന്ന നീ ലൈവ് ഇട്ടപ്പം എന്തോ ഒരു സ്തോത്രം. എല്ലാവർക്കും വിഷമം വരുന്നില്ലേ? എൻ്റെ പൊന്നു ഭാഷയിൽ പോയി അതാ പറഞ്ഞേന്നേ, അവിടെ ചെന്ന വലിയ പ്രയാസമാണ്. അതല്ലേ നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത് റെഡിയാകണം. ഇന്ന് നമ്മൾ വിചാരിച്ച പോലെ എല്ലാവരും അങ്ങോട്ട് ഇരുന്നോ? അതല്ല, അവനവൻ്റെ പ്രവൃത്തി അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ ചെന്ന് കയറുന്നുണ്ടേ രാജാൻ്റെ കയ്യിലോട്ട് കുറേ കിരീടം കൊടുത്തിട്ട് നിങ്ങൾക്കെല്ലാം കൂടെ അങ്ങ് തരുമെന്നുള്ള ധാരണയങ്ങ് വേണ്ട. അവിടെ അവനവൻ എല്ലാത്തിനും കയറ്റി നിർത്തും. സ്തോത്രം. ഇത് മാത്രമല്ല, ഇതങ്ങോട്ട് മാറാൻ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞ് പോകാൻ പറട്ടെ, ഇനിയും ഉണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട് 12:36, മനുഷ്യർ പറയുന്നത് ഏത് നിസ്സാര വാക്കിനും ന്യായവിസ്താരത്തിൽ കണക്ക് പറയണം. നിസ്സാര, അതായത് ഈ പ്രവൃത്തിയോട് ബന്ധപ്പെട്ട് കുറേ വാക്കുകളുണ്ട്. നമ്മളെല്ലാ പ്രവൃത്തിയുടെയും മുൻപും മുമ്പും കുറേ വാക്കുകളുണ്ട്. ആ സമയത്തുണ്ട്, അതിന് മുൻപുണ്ട്, പിമ്പുണ്ട്. ഈ വാക്കെല്ലാം കൂടെ ഡിസ്പ്ലേ വരും. നിസ്സാര എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ വരും. അപ്പോൾ പിന്നെ ഫേസ്ബുക്കിൽ ലൈവ് പോയതും യൂട്യൂബിൽ ലൈവ് ഇട്ടതും യൂട്യൂബിൽ പറഞ്ഞതും വാട്സാപ്പ് വിട്ടതും. സ്തോത്രം. തീർന്നില്ല. ഇത് കഴിയുമ്പോൾ 4-ാമത്തെ കാര്യം കർത്താവ് ചോദിക്കുന്നത്, ഈ പ്രവൃത്തി നടക്കുമ്പോഴേ നീ എത്രത്തോളം വിശ്വസ്തനായിരുന്നു? നീ എത്രത്തോളം വിശ്വസ്തനായിരുന്നു? ഇന്ന് രാത്രി ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ എത്ര പേർക്ക് പറയാൻ പ്രാഗൽഭ്യമുണ്ട്? ഈ ഒരു പ്രവൃത്തിയുടെ 4 കാര്യം അവിടെ വെളിപ്പെടുമ്പോൾ ഞാൻ അവിടെ കറയില്ലാതെ നെഞ്ചും വിരിച്ച് നിൽക്കുമെന്ന്. ഇതുവരെ നമ്മൾ ചെയ്തത് ആർക്കു വേണ്ടിയാണ്? നമ്മൾ ഈ വന്നത് ആരെ ബോധിപ്പിക്കാനാ? നമ്മുടെ ഓരോ ദിവസം ദിനചര്യകളും ആർക്കു വേണ്ടിയാണ്? ഞാനെന്ന ഉപദേശി അവിടെ കയറി നിൽക്കും. എൻ്റെ ഈ പ്രസംഗം, എന്നെപ്പോലെ ഒരുപാട് ഉപദേശിമാർ വന്ന് നിൽക്കും, ചോദിക്കും, നിൻ്റെ പ്രസംഗം ആർക്ക് പ്രയോജനമായിരുന്നു? അന്നേരം നമ്മുടെ ഡെലിവറൻസ് മീറ്റിങ്ങിൻ്റെ എല്ലാ പ്രസംഗവും അവിടെ ഇട്ട് നമ്മളവിടെ നിൽക്കും. നിന്നൊരു ഇത് ഫുൾ നമുക്ക് പ്രയോജനമായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം. ഈ 4 കാര്യം കഴിയുമ്പോൾ ഉണ്ടല്ലോ, 2 കൂട്ടം അവിടെ ഉണ്ടാവും. വീണ്ടും ഒരു കൂട്ടം ശരീരത്തിൽ നിൽക്കാത്തവരാ. അടുത്ത ഈ കൂട്ടത്തിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ 4 കാര്യം വെളിപ്പെട്ട് കഴിയുമ്പം ഒരു കൂട്ടം തലയും കുനിഞ്ഞ് അവിടെ നിൽക്കും, എല്ലാവരുടെയും മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് അന്ന് ഉണരും. എങ്ങനെ ഉണരും? ചിലർ നിത്യ ലജ്ജയ്ക്കായിട്ട് ഉണരും. ഈ ലജ്ജയ്ക്കായിട്ട് ഉണരും. നരകത്തിൽ പോകാനുള്ളത് ലജ്ജയൊന്നുമില്ലെന്നേ. കാര്യം എല്ലാവർക്കും അറിയാം, ഞങ്ങൾ അന്തസ്സായിട്ട് പാപം ചെയ്തിട്ടായി വന്ന് കിടക്കുന്നത്. എന്തോ ലജ്ജ തോന്നാൻ? എല്ലാവരും നരകത്തിൽ ഒരുമിച്ച് ചിക്കൻ 65 കിടക്കുന്ന പോലെ അവിടെ കിടക്കുക. ആർക്കും ലജ്ജയൊന്നുമില്ല. ഇതല്ലെന്നേ. ഇവിടെ വേദിയിലുണ്ടല്ലോ, ഈ പ്രവൃത്തിയെല്ലാം കൂടെ കാണിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല താനും. നമ്മൾ പറയുന്നുണ്ട്, ഞാൻ ഓടി അധ്വാനിച്ചു ഇതൊക്കെ ചെയ്തു, പക്ഷെ ഇതിനെയെല്ലാം കൂടെ 4 രീതി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വല്ലതും കിട്ടുമോടെ? ഇവിടെ ഓടി അധ്വാനിച്ചു, ശരിയാ, ഇതൊക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നുമില്ലാതെ ഇറങ്ങുമ്പം നമുക്ക് ഈ ലജ്ജ വരുന്നത് എന്താണെന്നറിയാമോ? അപ്പുറത്തിരിക്കുന്ന ആ ശരീരത്തിൽ ഇരിക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. ഈ ക്രൂശിൽ കിടന്ന കള്ളം പോയതുപോലെ പോയ കുറച്ച് പേരാ. അവർ തമ്പ് കാണിക്കും നമ്മളെ. ഏതാ? അവിടുന്ന് നാണം കെട്ട് ഇറങ്ങുന്ന ഉടനെ അപ്പുറത്തിരുന്ന്
നമുക്ക് അന്നേരം ഒരു വെപ്രാളം. അവന് തമ്പ് കാണിക്കും സന്തോഷം കൊണ്ട കാര്യം. ഞങ്ങൾ ശരീരത്തിലിരിക്കാത്തതുകൊണ്ട് ഒന്നുമില്ല. ഇയാളാണെങ്കിൽ 30 കൊല്ലമായി ശരീരത്തിലിരുന്നു, ഒന്നുമില്ല, വായുടിരി. അവിടെ പോയിരിക്കുമ്പോൾ നമ്മുടെ ഒരു ഇരിപ്പ് കാണണം. സ്വത്രം. ഇനി അടുത്തൊരു കൂട്ടമുണ്ട്. ആ വേദിയിൽ നിന്നിറങ്ങുന്ന ഒരു ചെറിയ കൂട്ടമുണ്ട്. അത് പൗലോസിൻ്റെ കൂട്ടമാണ്. ഞാൻ വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പൗലോസിൻ്റെ പ്രവൃത്തികളുടെ ഇൻറ്റൻഷൻ കണ്ടിട്ടില്ലേ? പൗലോസ് പറയുന്നു, കൊടുക്കുന്നവൻ സന്തോഷത്തോടെ കൊടുത്തോണം, ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് അറിയുന്നു. തിന്നാലും കുടിച്ചാലും ദൈവനാമ മഹത്വത്തിൽ ചെയ്തോണം. താൻ പറയുന്നു, ഞാൻ പ്രസംഗിച്ചു, പൊന്നോ വെള്ളിയോ ഞാൻ മോഹിക്കാതെ പ്രസംഗിച്ചത്. നിങ്ങൾ ഉണ്മാനും ഉട്ടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വെച്ച് കർത്താവിനെ സേവിച്ചോണം. സംതൃപ്തിയോടുകൂടിയ ക്രിസ്തീയ ജീവിതമാണ് ആദായമാകുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യൻ ജീവിച്ചു. താൻ ഇവിടെ ജീവിക്കും തന്നെ മറുകര കണ്ട ജീവിച്ചത്, നിത്യത കണ്ട് ഈ ലോകത്തിൽ ജീവിച്ച ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. അവരോടിയത് കർത്താവിനെ പ്രതിയ, പ്രസംഗിച്ചത് കർത്താവിന് വേണ്ടിയ, ശുശ്രൂഷിച്ചത് കർത്താവിന് വേണ്ടിയ, അധ്വാനിച്ചത് കർത്താവിന് വേണ്ടിയ, പ്രസംഗിച്ചത് കർത്താവിന് വേണ്ടിയ. ഓരോ ദിവസവും എനിക്ക് യേശു ക്രിസ്തുവിന്റെ വേല തികക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കൂട്ടം അവിടെ വരുമ്പോൾ ഇന്ന് രാത്രി ഈ ക്ലാരിറ്റിയിലാണ് പൗലോസ് നിൽക്കുന്നത്. ആ മൂന്നാമത്തെ കൂട്ടത്തിൽ ഞാനും കാണുമെന്ന്. ഇങ്ങനൊരു കാറ്റഗറി അവിടെ നമ്മളേക്ക് ഇവിടെ ഉണ്ടോയെന്നുണ്ട്. മലാക്കി പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവരൊരിക്കലും നിക്ഷേപമായിരിക്കും. അടുത്ത പദമാണ്, യഹോവയെ സേവിക്കുന്നവനെ സേവിക്കാത്തവനെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വീണ്ടും കാണും എന്ന് പറയുന്നെങ്കിൽ ആ മറുകരയിലേക്ക് ചെന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ ഒരു കൂട്ടം വിശുദ്ധന്മാർ അവിടെ ഉണ്ട്. ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുമ്പോൾ 72 കോടി രക്തസാക്ഷികൾ രക്തസാക്ഷിത്വ മരണം വരിച്ചു. ആർക്കു വേണ്ടിയാ? യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, കർത്താവിനെ പ്രസംഗിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു കൂട്ടം മറുകര ചെന്നു. ഇവിടെ നമ്മളോ ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, പണമുണ്ട്, സാഹചര്യമുണ്ട്, അവസരമുണ്ട്. യേശുവിനെ പറ്റി പറയാത്ത നാം അവിടെ എങ്ങനാകും? സ്തോത്രം. മൂന്നാം കൂട്ടത്തിൽ വീണ്ടും വ്യത്യാസമാണ്. ഈ മൂന്നാം കൂട്ടത്തിൽ വീണ്ടും വ്യത്യാസം. അവിടെ എന്താ വ്യത്യാസമെന്നറിയാമോ? അവർക്ക് ആ പ്രതിഫലമുള്ളത്. ഏതാ? ശരീരത്തിലിരിക്കാത്തവർക്കും പ്രതിഫലമില്ല. അവിടെ വന്നു നിന്നിട്ട് നാണം കെട്ടിറങ്ങുന്നവർക്കും പ്രതിഫലമില്ല. ഇനി അടുത്തതാണ് ഈ പ്രവർത്തിക്കൊത്തവണ്ണം പ്രതിഫലം. അവർക്ക് 4 വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം അവർക്ക് തേജസ്സിൻ്റെ വ്യത്യാസമാണ്. അത് കൃത്യമായി കൊരിന്തി ലേഖനത്തിൽ 1 കൊരിന്തി ലേഖനം 15:41 പറയുന്നു, സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രവും തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. അവിടുത്തെ ഒന്നാമത്തെ വ്യത്യാസം നിലനിന്ന ആ പ്രവൃത്തി വെന്തുപോകാതെ അവിടെ വന്ന് നിന്നാൽ പൗലോസിൻ്റെ കൂട്ടത്തിലുണ്ടാകുന്ന ഒരു ചെറിയ കൂട്ടമുണ്ട്. അവർക്ക് ഒന്നാമത്തെ ഭാഗമാണ് നീതിയോടെ, കർത്താവിൻ്റെ നീതിയോടെ ഇവിടെ ശുശ്രൂഷിച്ച ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. മത്തായി 13:43 എഴുതിയിട്ടുണ്ട്, അന്ന് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നീതിമാന്മാർ സൂര്യനെ പോലെ. ഇവിടെ കർത്താവിൻ്റെ നീതി പ്രകാരം ശുശ്രൂഷിക്കുകയും ജീവിക്കുകയും ചെയ്ത വിശുദ്ധന്മാർ സൂര്യനെ പോലെ ഇരിക്കും. ദാനിയേൽ പ്രവചനം 12:3 പറയുന്നുണ്ട്, എന്താണെന്നറിയാമോ? അന്ന് ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ. ബുദ്ധിമാൻ സക്കാൾ, ടീച്ചേഴ്സ്, വചനം പഠിപ്പിക്കുന്നവർ. ഈ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്നില്ലേ? ചെറിയ കാര്യമല്ല. സമയം കിട്ടുമ്പോൾ ഇരുന്ന് പഠിപ്പിച്ചു പോകണം. ആരെങ്കിലും കാണുന്ന ഉടനെ നാട്ടിലെ പത്രവാർത്തയോ ആരുടെയും വാട്സാപ്പിൽ കണ്ട ന്യൂസോ പറയാതെ 10 വചനം പഠിപ്പിക്കേ. അവിടെ ചെല്ലുമ്പോൾ ഇത്തിരി വെളിച്ചം പോലെ ഇരിക്കും. ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ. 1-2 ആളല്ല, കോടാകോടി വിശുദ്ധർ അണിനിരക്കുന്ന വേദിയിൽ ഇവിടോ കളറൊന്ന് മാറിക്കിട്ടാൻ എന്തോ കഷ്ടപ്പാടാ. അവിടെ 1000 കൊല്ലം, പിന്നെ നിത്യത. ഇങ്ങനെ ഇരിക്കാനാണോ പ്ലാന്? അവിടെ ചെന്ന് ഇച്ചിരി ഭംഗിയോടൊക്കെ ഇരിക്കണ്ടേ? അതിന് വചനം പഠിപ്പിച്ചോണം. പിന്നെ അടുത്തത് നീതിയിലേക്ക് തിരിക്കുന്നവരാ. ആരെയാ? സുവിശേഷം പറഞ്ഞ് ക്രിസ്തുവിലേക്ക് തിരിക്കുന്നവർ.
കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവർ നക്ഷത്രം പോലായിരിക്കും. സ്റ്റാറുകളായിട്ട് അവിടെ നടക്കുന്നത് ആത്മാക്കളെ നേടുന്നവരാ. അതുകൊണ്ട് ഇവിടെ സ്ഥാനത്തിന് വേണ്ടി ഓടാതെ അവിടെ വല്ലതും നേടാൻ നോക്ക്. ഇവിടെ കിടന്ന് വെപ്രാളപ്പെടാതെ അവിടെ ചെല്ലുമ്പോഴേ സ്റ്റാറായിട്ടിരിക്കണമെങ്കിൽ ഒരാളെങ്കിലും നേടിക്കോണം. ഇന്ന് രാത്രിയിൽ ഇവിടുന്ന് പോകുമ്പം അടുത്ത വർഷം വരുമ്പം ഒരാളെങ്കിലും നേടണം. അതിനുവേണ്ടി ഇനിയുള്ള ദിനങ്ങൾ പ്രാർത്ഥിക്കണം, ഇനിയുള്ള ദിനങ്ങൾ പ്രവർത്തിക്കണം. എന്തിനാണെന്നറിയാമോ? ഒറ്റയ്ക്ക് അവിടെ പോയി നിൽക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വരും, അല്ലെങ്കിൽ മരണം വരും. ഇതിനുള്ളിൽ നടക്കേണ്ട കാര്യം ഒരാളെങ്കിലും നേടണം. ആർക്കു വേണ്ടി? കർത്താവിന് വേണ്ടി. അതിൻ്റെ പേരിലാണ് അവിടെ സ്റ്റാറിനെ പോലെ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥലത്ത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, കലാലയത്തിൽ, നിങ്ങളായിരിക്കുന്ന ദേശത്ത്, അയൽപക്കങ്ങളിൽ പ്രാർത്ഥിക്കണം. വ്യക്തികൾക്ക് വേണ്ടി അവരോട് സുവിശേഷം പറയാനുള്ള സാഹചര്യം ദൈവം തരും. ഇനി അടുത്ത വ്യത്യാസം സ്ഥാനമാനമാണ്. ഇവിടെ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ട്രസ്റ്റി ഉണ്ട്, ഖജാൻജി ഉണ്ട്, എത്തോരം തസ്തിക. ഇവിടെ പലതും നേടാനാണ് മനുഷ്യൻ്റെ വെപ്രാളം. അതിനുവേണ്ടി എത്ര വെപ്രാളങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. ഒയ്യോ, അതിനുവേണ്ടി കിടന്ന് എത്രയോ ബുദ്ധിമുട്ടാണ് മനുഷ്യൻ ഒപ്പിക്കുന്നത്. അതാരെങ്കിലും കാണുന്നു എന്നൊരു ചിന്തയുണ്ടോ? ആർക്കും ആ ചിന്തയില്ല ഇവിടെ നേടാൻ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, സ്വർഗത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലാതെ എല്ലാവരും കൂടെ ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ പിടിച്ചിരുത്തുമെന്നൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ഉടക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെവിയും കേൾക്കത്തില്ല. ഇത് ഡ്രില്ല് ചെയ്ത് ഹോൾ ചെയ്ത ചെവി, ഇത് വെടിവെച്ച പുക മാത്രമല്ല, ഒരു വാക്ക് പറയുമ്പോൾ തലയ്ക്ക് നല്ല വേദന. ഇതും വെച്ചുകൊണ്ട് ഞാനും പ്രസംഗിക്കുന്നു കർത്താവിനെ പ്രതി. എന്നാൽ സുഖത്തോടെ പോയി പ്രസംഗിക്കുന്നവരുമുണ്ട്. എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും കർത്താവിന് ഇഷ്ടപ്പെടുന്നതും. എന്നാൽ വേറെ ചില പ്രസംഗം നിങ്ങൾക്കിഷ്ടപ്പെടുന്നതും നിങ്ങൾ ഫയർ ഇമോജി ഇടുന്നതും നിങ്ങൾ തമ്പിടുന്നതും പവർഫുൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ ഉടക്കും. കർത്താവിനറിയാം ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് കർത്താവ് അതുകൊണ്ട് മത്തായി 5:19 വാക്യം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ വചനം ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നെങ്കിലും അഴിച്ച് ജനത്തെ പഠിപ്പിച്ചാൽ അവൻ സ്വർഗത്തിൽ ചെറിയവനാകും. ഇതതുപോലെ പഠിപ്പിച്ചാൽ സ്വർഗത്തിൽ വലിയവനാകും. അഭിഷിക്തന്മാരോടൊരു ഓർമ്മപ്പെടുത്തലാകട്ടോ. ഇവിടെ ഒരു പക്ഷേ കസേരയൊന്നും താരും തന്നില്ലെങ്കിലും ആരെല്ലാം നമ്മെ മാറ്റി നിൽക്കട്ടെന്ന് ഇനി കൂടി വന്ന 5-10 കൊല്ലം അതിനുള്ളിൽ കാഹളം മുഴങ്ങും. അത്ര നാൾ പുറകിലെങ്കിൽ പുറകിലിരുന്നാൽ മതിയെന്ന്. പക്ഷേ മറുകരയിലോട്ട് ചെന്ന് കയറാൻ പോകുകയാ. ഒരു വമ്പൻ വേദി മുൻപിലുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ വിളിക്കും, നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനേ. ആ വിളികൾക്കൊന്നൊരു ദിവസമുണ്ട്. ആ വിശ്വസ്തത എങ്ങനെ വെളിപ്പെടുന്നതെന്നറിയാമോ? ഈ വചനം നീ എങ്ങനെ കൈകാര്യം ചെയ്തത്. ഇവിടെ വലിയവനാകണമെങ്കിൽ വചനം ഇളച്ചാൽ മതി. മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൽപ്പന പ്രമാണം അഴിച്ചു പഠിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് വേണം? വിടുതൽ. ഇന്ന് വിടുതൽ. ചിലർ പറഞ്ഞു കേട്ടോണ്ട് ഞങ്ങളുടെ ചർച്ച് വരണം. എന്ത് നല്ല പവർഫുള്ളാണെന്നറിയാം. പവർഫുള്ളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചർച്ച ചെയ്യണം. ഞങ്ങളുടെ പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഈ എന്നോടൊരാൾ പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം വചനമില്ലായിരുന്നു, വചനം ശുശ്രൂഷിക്കാൻ പറ്റിയില്ല. എന്താ? എഴുന്നേറ്റ് നിന്നപ്പോഴേ സാന്നിധ്യം പാസ്റ്റർ അങ്ങോട്ട് നിന്ന് അപ്പോഴേ സാന്നിധ്യമായിരുന്നു. എന്നിട്ട് എല്ലാവരും പറഞ്ഞു കേട്ടോണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞോണ്ടല്ല പാസ്റ്റർ അങ്ങ് നമ്മളൊരു സൺഡേ ഉള്ളൂ. നമ്മൾ ആ സൺഡേ ചെല്ലുന്ന എന്തിനാ? റിലാക്സ് ചെയ്യാൻ. നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ലൈഫല്ലേ. അപ്പം നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി അവർ ചെല്ലുന്നുണ്ട്. പാസ്റ്റർ ഉമ്മ എഴുന്നേറ്റ് നിന്ന് മനസ്സാന്തരപ്പെടണം നിങ്ങൾ അങ്ങനെ. പക്ഷേ അവിടെ ചെന്നപ്പോഴോ എന്തൊരു തണുപ്പാ, എന്തൊരു കുളിർമയാണെന്നറിയോ. നമുക്ക് അങ്ങോട്ട് മടുക്കത്തില്ല. അതെന്താ കാര്യം എന്നറിയാമോ? അവിടെ ഈ ഇളച്ചിരിക്കുക ഈ വചനം. ഈ സ്വർഗത്തിൽ പോകാനുള്ള കാര്യം അങ്ങ് ഇളച്ചു. സ്തോത്രം. അടുത്തൊരു രാജ്യത്തോട്ട് പോകണമെങ്കിൽ എന്തോരം തത്രപ്പാടാ.
ഞാൻ ഈ അമേരിക്കയിൽ പോയപ്പോഴല്ലേ എൻ്റെ ദൈവമേ, എത്ര പേരാ ചോദിക്കാൻ നിൽക്കുന്നത്. അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പം തന്നെ ചോദ്യമല്ലേ, എത്ര ചോദ്യമായോ, എന്തോരം കഷ്ടപ്പാടാ. എനിക്ക് 3 പേരുണ്ട്. 3 പേരുള്ള ഞാൻ അമേരിക്കയിൽ പോയി. എനിക്ക് ആധാറിലൊന്ന്, SLC ബുക്കിലൊന്ന്, പാസ്പോർട്ടിലൊന്ന്, 3 പേര്. 3 പേരുള്ള എനിക്ക്, അതും ഫസ്റ്റ് ചാൻസ് സായി പഠിച്ചു വന്നു. അടിച്ചു തന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയോ, എൻ്റെ ദൈവം പോകുന്നതിന് മുമ്പ് എൻ്റെ 2 മക്കളെ കർത്താവിൻ്റെ വേലയ്ക്ക് വിട്ടപ്പോഴേ 7-ാം ദിവസം ഞാനൊരു മീറ്റിങ്ങിന് പോയി. എന്നെ ഒരുപാട് പേര് എന്നെ ഡിസ്കറേജ് ചെയ്തു, എടുത്ത തെറ്റാണെന്ന്. അവിടെ ചെന്നിരിക്കുമ്പം ഒരു കർത്തൃദാസ് എന്നോട് വന്ന് ഉരുകിയിരിക്കുന്ന എന്നോട് പ്രവചിക്കുക, ഞാനൊരു അത്ഭുതം ചെയ്യുമെന്ന്. എന്നിട്ട് പറഞ്ഞു 9-ാം മാസം ഞാനൊരു അത്ഭുതം ചെയ്യുമെന്ന്. അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഇതായിരുന്നു. എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതം അതാ, ഒറ്റ ട്രിപ്പിൽ അടിച്ചു തന്നു. പ്രോസ്പെരിറ്റിയെ പറയുന്നതല്ല, എന്നോട് പറഞ്ഞു പോരായ്മ നികത്താൻ അമേരിക്കയെ വിടുമെന്ന്. ഞാൻ ചെന്ന് എല്ലായിടത്തും പറഞ്ഞത് കർത്താവ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്നറിയോ, വചനം ഇളച്ചാൽ ഇവിടെ വലിയവനാകാം. വചനം ഇളച്ചാൽ ഇവിടെ വലിയവനാകാം. വേദി കിട്ടിയെന്നിരിക്കും, 4 പേർ അറിഞ്ഞെന്നിരിക്കും, പ്ലാറ്റ്ഫോമുകളിൽ കയറ്റിയെന്നിരിക്കും, അപ്രീസിയേഷൻ കിട്ടിയെന്നിരിക്കും. പക്ഷേ ഇതെല്ലാം മരണം വരെയുള്ളൂ, മരണം വരെയുള്ളൂ. ഇത് കഴിയുമ്പോൾ നമ്മളെല്ലാം നിത്യതയെ മുൻപിൽ കണ്ടുകൊണ്ട് ഒരു വലിയ വേദി നിൽക്കണം. നമ്മുടെ പ്രാണനാഥൻ ചോദിക്കും, ഈ വചനത്തോട് ബന്ധപ്പെട്ട് നിന്റെ വിശ്വസ്തത എങ്ങനായിരുന്നു? ഈ വചനമെന്ന വാൾ ഉപയോഗിച്ചത് മനുഷ്യന് പ്രസാദത്തിനാണോ അതോ എനിക്ക് ആദായം വരുന്ന രീതിയിലാണോ നീ പ്രസംഗിച്ചത്, നീ ശുശ്രൂഷിച്ചത്? സ്വർഗത്തിൽ ആളെ കൂട്ടാനായിരുന്നു. ഇന്ന് രാത്രി ആ വെളിപ്പാടോടെ വേണം നാം നിൽക്കാൻ. സ്തോത്രം. സ്വർഗത്തിലെ പ്രതിഫല വിഭജനം വെളിപ്പാട് 11:18 പറയുന്നു, യഹോവ ഭക്തന്മാരായ ചെറിയവരും വലിയവരുമായവർക്കും പ്രതിഫലം കൊടുക്കാനുള്ള നാഴിക വരുന്നു. പ്രതിഫലം കൊടുക്കുമ്പോൾ ഭക്തന്മാരിൽ ചെറിയവരും വലിയവരുമുണ്ട്. അടുത്തത് സ്വർഗത്തിലെ ആരാധനയാണ്. വെളിപ്പാട് 19:5 യഹോവ ഭക്തന്മാരായ ചെറിയവരും വലിയവരുമായുള്ളവരെ ദൈവത്തെ വാഴ്ത്തുവീൻ. അതിൻ്റെ അർത്ഥമെന്താ? ഭക്തന്മാരിൽ ചെറിയവരുണ്ട്, വലിയവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി അവിടെ സ്ഥാനമാനമുണ്ട്. അടുത്തത് കിരീടമാണ്. 5 വിധത്തിൽ കിരീടം. കർത്താവിൻ്റെ വേല ചെയ്താൽ, കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്താൽ, കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്താൽ, മരണപര്യന്തം വിശുദ്ധരായാൽ, പിന്നെ ഓട്ടം തികച്ചാൽ, പിന്നെ രേഖപ്പെടുത്തുന്ന ആത്മാക്കളെ നേടിയാൽ, പിന്നെ ഉപദേശിമാർക്ക് സ്പെഷ്യലാണ്. ആട്ടിൻകൂട്ടത്തിന് മാതൃകയോടെ നിന്നാൽ സ്തോത്രം, അത് സ്പെഷ്യലാണ്. ഇങ്ങനെ കിരീടങ്ങൾ അവിടെ ഉണ്ട്. ഇതും കൂടാതെ പ്രതിഫലങ്ങൾ 9 വിധത്തിൽ പ്രതിഫലമുണ്ട്. ഇപ്പം നിങ്ങൾ ഓർത്തേ, വിചാരപ്പെടാനും മാത്രം ഉണ്ടല്ലോ. നമ്മൾ വിചാരിച്ചത് കാഹളം മുഴങ്ങുന്നു, ചെന്നു എല്ലാവരും കൂടെ ആരാധന അല്ലല്ലോ. ഇത്രയും വ്യത്യാസത്തിലാണ് 1000 ആണ്ട് വാഴ്ച. ഇതേ ലൈഫാണ് നിത്യതയിലെ വാസം. ഇനി എൻ്റെ ചോദ്യം, 60, 70, 80 കൊല്ലമുള്ള നിങ്ങളുടെ സ്ഥിതിമാറ്റത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് രാത്രിയിൽ ഉപവസിക്കുന്നത് ഈ ലോകത്തിലെ നിങ്ങളുടെ സ്ഥിതിയൊന്നും മാറാനാ. പക്ഷെ ഇത് മാറിയാലും ഇല്ലേലും നിങ്ങൾ മരിക്കും, ഞാനും മരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴേ നിത്യത വരെയുള്ളൊരു വാസമുണ്ട്. അവിടുത്തെ സ്ഥിതി മാറണ്ടേ? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അവിടെ ചെന്നിട്ട് മാറ്റേ. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ആദ്യം ചിന്തിച്ചത് എന്താണെന്നറിയോ, ചൊവ്വേ നേരെ പഠിക്കേണ്ടതായിരുന്നു. എനിക്ക് ആ ബോധം വന്നത് അമേരിക്കയിൽ ചെന്നപ്പോഴാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ചെന്നപ്പോൾ എനിക്ക് വന്ന ഒന്നാമത്തെ ബോധം അതാ. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, പ്രസംഗിക്കാൻ അറിഞ്ഞൂടാ. അതാ എൻ്റെ കുറ്റബോധം എനിക്കുണ്ടാക്കിയത്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. അതായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇത് ഞാൻ അന്നേരം ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ അമേരിക്ക ചെന്നപ്പോൾ ഇതായിരുന്നു നഷ്ടബോധമെങ്കിൽ നിത്യതയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിക്കരുത്, ആത്മാക്കളെ നേടേണ്ടതായിരുന്നു കേട്ടോ, നന്നായിട്ട് പ്രസംഗിക്കേണ്ടതായിരുന്നു. കർത്താവിന് ഇത് അവിടെ ചെന്ന് ചിന്തിച്ചിട്ട് തന്നെ പ്രയോജനം. പ്രാണൻ പോകും മുൻപ് ചിന്തിക്കണം. ഞാൻ പറയുന്നത് കാഹളനാദം മുഴങ്ങുമ്പം പോകും എന്നുറപ്പുള്ളവരോടാകട്ടോ, പോകാത്തവരോടല്ല. പോകാത്തവരുടെ കാര്യം പറഞ്ഞു, നിങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് കാഹളം മുഴങ്ങും, അന്നേരം പോകുന്നവരോടാണ് ഞാൻ ഈ പറയുന്ന. പോയാൽ എന്താകും? പൗലോസിന് ക്ലാരിറ്റി ഉണ്ട്. എനിക്കായി കിരീടം വെച്ചിരിക്കുന്നു, എന്നിൽ വെളിപ്പെടുന്നൊരു തേജസ്സുണ്ട്.
ഇങ്ങനായിരുന്നു ഭക്തന്മാർ ജീവിച്ചതെങ്കിൽ, ഇത് ഞാനീ പറയുമ്പോൾ കഴിഞ്ഞ തലമുറ ജീവിച്ചത് നിത്യത കണ്ടിട്ടാണ്. നിത്യത കണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് ലോകം യോഗ്യമായിരുന്നില്ല. അങ്ങനെയാണ് ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം അവസാനിക്കുമ്പോൾ അവർ ഭേദ്യമേറ്റു, ചമ്മട്ടി, ഈർച്ചവാളലെറുക്കപ്പെട്ടു. അവർ ഏറെ പരിഹാസം, അവർക്ക് വളരെ ഉപദ്രവം. മൃഗത്തിൻ്റെ തോലൊഴിച്ച് വെളിയിൽ കിടത്തി ശവശരീരത്തോട് കെട്ടി അവരെ താഴ്വരകളിൽ തള്ളി. അഴുകിയ മാംസത്തിൽ നിന്ന് ജീവനോടെ പുഴുക്കൾ അകത്തേക്ക് കയറി തിന്ന് മരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും പതറാതെ നിൽക്കുക. അവർ നിന്നത് എന്ത് കണ്ടിട്ടാ? നിത്യത. അവർക്കുറപ്പാണ്, ഇത് വേഗം തീരും. കാണാത്ത നിത്യത, അതാണ് നിത്യമായത്. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അവിടെ ഞാൻ മാനിക്കപ്പെടും, അവിടെ ഒരു ആദരവുണ്ട്, അവിടെ ഒരു മാന്യതയുണ്ട്, അവിടെ എൻ്റെ പേര് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം അവസാനിപ്പിക്കും മുൻപ് ഇതൊരു മിഷൻ ചലഞ്ചിൻ്റെ രാത്രിയാണ്. ഇതൊരു മിഷൻ ചലഞ്ചാകട്ടോ. എന്താണെന്നറിയാമോ? ആ മറുകരയിൽ കർത്താവിനോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തിക്ക പ്രതിഫലമെങ്കിൽ, കർത്താവിന് വേണ്ടി ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഇന്ന് രാത്രി എടുക്കേണ്ട തീരുമാനം, കർത്താവിന് വേണ്ടി ഞാൻ ചിലത് ചെയ്യും. ഇന്ന് രാത്രി അതാ ദൈവം ചോദിക്കുന്നത്. ഈ ക്രിസ്മ ക്രൂസേഡിൻ്റെ 3-ാം രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത് മിഷൻ, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ റിവാർഡ് വരുന്ന വേദിയെങ്കിൽ കർത്താവ് ചോദിക്കുന്നു, എനിക്ക് എൻ്റെ ഭാഗത്ത് നിൽക്കാൻ, എനിക്ക് പ്രയോജനമായി മാറാൻ ആരുണ്ട്? ആ നിത്യതയുടെ കനമേറിയ ഒരാശയം ഞാൻ പറയാം. ഒക്കലഹോമയ്ക്കടുത്ത് ടൊൾസയിൽ നിന്ന് അല്പം മാറി നമുക്ക് എല്ലാവർക്കും അറിയാം ORU എന്ന പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ആ ക്യാമ്പസിൽ ചെന്നപ്പോൾ അവിടെ രക്തസാക്ഷികളുടെ ഒരു വലിയൊരു സ്മാരകമുണ്ട്. അതിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പേര് കണ്ടു, അലൻ ജോൺ ചൗ. 2018 ഞാൻ അവിടെ വന്ന് എനിക്ക് വളരെ ആ ചെറുപ്പക്കാരൻ്റെ പേര് കണ്ടപ്പോൾ എനിക്ക് ആ സംഭവം നല്ല ഓർമ്മയിലേക്ക് വന്നു. എന്താണെന്നറിയാം? അലൻ ജോൺ ചൗ അമേരിക്കക്കാരനാണ്. ORUവിൻ്റെ വളരെ നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു. 27 വയസ്സുള്ള അലൻ ജോൺ ചൗ ഒരു മിഷൻ കോൺഫറൻസിൽ വെച്ച് തന്നോട് ദൈവം സംസാരിച്ചു, സുവിശേഷവേല. അങ്ങനെ താൻ ആ സുവിശേഷവേലയുടെ പെയിനകത്ത് കയറിയിട്ട് 27 വയസ്സേ ഉള്ളൂ. താൻ ഗൂഗിൾ ചെയ്തപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സെൻറ്റിനൽ ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ സെൻറ്റിനൽ ദ്വീപ് സുവിശേഷം എത്തിയിട്ടില്ല. ആ ചെറുപ്പക്കാരൻ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടു ആൻഡമാൻ നിക്കോബാറിലേക്ക്. ആൻഡമാൻ നിക്കോബാറിൽ IPC സഭയിലെത്തി. അവിടുത്തെ നമ്മുടെ ചില സഹോദരങ്ങളെ കണ്ടു. ഞാൻ അവിടെ ചെന്നപ്പോൾ അതിൽ തന്നെ കൊണ്ടുപോയ ചെറുപ്പക്കാരുമായി ഞാൻ ബന്ധപ്പെട്ടു. ആ ചെറുപ്പക്കാരിൽ നിന്നുകൂടെ അറിഞ്ഞ വാക്ക് ഞാൻ പറയുക. ആ ചെറുപ്പക്കാർ ഈ അലൻ ജോൺ ചൗവിനെ കണ്ടു, പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആവശ്യം സെൻറ്റിനൽ ദ്വീപിലേക്ക് പോകണം. ആവശ്യം അറിയിച്ചപ്പോൾ തന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ അപകടമാണ്, പോകരുത്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ നിർബന്ധം സഹിക്കവയ്യാതെ അവർ നേരെ കൊണ്ടുപോയി. ചെന്നപ്പോൾ താൻ ആദ്യം തന്നെ അവിടെയുള്ളവർ താൻ വിഷം പുരട്ടി അമ്പ് തൊടുത്തു. തൻ്റെ ആ കയ്യിലുള്ള ബൈബിളിനെ തുളച്ചു അമ്പ്. പെട്ടെന്ന് തന്നെ തിരികെ അവർ കൊണ്ടുപോന്നിട്ട് പറഞ്ഞു, നീ അമേരിക്കയിലേക്ക് പോയിക്കൊള്ളുക, അവർ ക്രൂരന്മാരാണ്, അവർ മനുഷ്യരോട് ഇടപെടില്ല, അവർ കൊന്നുകളയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകും, കാരണം അവർ യേശുവിനെ അറിയണ്ടേ, ഞാനെങ്കിലും എവിടെ പോകണ്ടേ. ആ ചെറുപ്പക്കാരൻ അലൻ അവരോട് പറഞ്ഞത് ഞാൻ പോകുമെന്നാണ്. അവരാ രാത്രി ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. പിറ്റേ ദിവസം താൻ പോകാൻ തയ്യാറാകുക. അന്ന് രാത്രി ഡയറി കുറിപ്പ് എഴുതി. എന്താണെന്നറിയാമോ? എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ എൻ്റെ സഹജീവികളെ കണ്ടു, ഞാൻ അവരിലേക്ക് കർത്താവിൻ്റെ വാർത്ത അറിയിക്കാൻ പോവുകയാണ്. ഇനി ഒരിക്കലും ഞാൻ അമേരിക്കയിലേക്ക് വരില്ല, കാരണം ഞാൻ അവരിൽ ഒരാളായി മാറും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവരെ നേടും. എന്നിട്ട് അവരോട് പറയുന്നത് എഴുതിയത് എന്താണെന്നറിയാമോ? ഇനി ഒരിക്കലും ഞാൻ അമേരിക്കയിൽ വന്നില്ലെങ്കിലും മറുകരയിൽ നമ്മൾ ഒരുമിച്ച് കാണും എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അലൻ ജോൺ ചൗ അടുത്ത ദിവസം താൻ കുറേ തേങ്ങയുമായി അവരുടെ അരികിലേക്ക് പോകുകയാണ്. ആ തീരത്തേക്ക് ചെന്നു. താൻ ആ തീരത്ത് ചെന്നിട്ട് തൻ്റെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി പൂർണ്ണ നഗ്നനായി. കാരണം അവർ വസ്ത്രം ധരിക്കാത്തവരാ. അവരിൽ ഒരാളായി മാറാൻ
അലൻ തൻ്റെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി പൂർണ്ണ നഗ്നനായി അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാളികേരങ്ങളുമായി ആ തീരത്തേക്ക് നടന്ന് നീങ്ങുക. ആ നടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, തീരത്തടുക്കുമ്പം തന്നെ ഈ ബോട്ടിലുള്ള ചെറുപ്പക്കാർ കണ്ടത് ആ മരത്തിന് മറഞ്ഞിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വിഷം പുരട്ടി അമ്പ് അലൻ ഷൗവിൻ്റെ മാറിനെ തുളച്ചു. തുടർമാനമായി അസ്ത്രമേറ്റ് അലൻ ഷൗ ആ തീരത്ത് വീണു. രക്ഷിക്കാൻ ചെന്ന ചെറുപ്പക്കാരുടെ നേരെയും അസ്ത്രം തൊടുത്തുവിട്ടു. അലൻ ഷൗവിനെ രക്ഷിക്കാൻ ചെന്നവർക്ക് നേരെ വന്ന അസ്ത്രത്തെ ഭയന്ന് അവർ തിരിച്ചോടുമ്പോൾ അവർ നോക്കി നിൽക്കവേ പിടച്ചു വീണ അലൻ ഷൗവിനെ മണ്ണ് മൂടി ശേഷം ആ നാളികേരവുമായി ആ ആദിവാസികൾ നിൽക്കുമ്പോൾ ഇന്നും അലൻ ഷൗവിൻ്റെ ബോഡി റിക്കവർ ചെയ്തിട്ടില്ല. ലോകം മുഴുവനും, എന്തിന് ഇന്ത്യ മഹാരാജ്യം മുഴുവനും പറഞ്ഞത് മത തീവ്രവാദി എന്നാണ്. കൊണ്ടുപോയ ചെറുപ്പക്കാർക്കെതിരെ കേസുണ്ട്. ഇന്നും എല്ലാവരും ആ ചെറുപ്പക്കാരനെ മറക്കുമ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്. മകനെ അലൻ ഷൗ, 27 വയസ്സുള്ള നീ അമേരിക്കയുടെ സുഖം വിട്ട് ഈ ഇന്ത്യയിലേക്ക് വന്നത് എന്തിന്? നിന്നെ ചലിപ്പിച്ച ദർശനം എന്താ? എന്തിനു വേണ്ടിയാ നീ ഈ മണ്ണിലേക്ക് വന്നത്? ഒന്നേ പറയാനുള്ളൂ, നിത്യത. നിത്യത. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്, കർത്താവ് പറയുന്നു, മറുകരയിൽ എനിക്ക് പ്രയോജനമുള്ളത് ചെയ്യുന്നവർക്ക് അപ്രതിഫലമെങ്കിൽ. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടയട്ടെ. പരിശുദ്ധാത്മാവ് ഈ രാത്രി ചോദിക്കുന്നത്, നമ്മളിതുവരെ ഓടിയത് നമുക്ക് വേണ്ടിയാണ്. അർഹിക്കാത്തതും കൂടെ കർത്താവ് നമുക്ക് തന്നു. ആ കർത്താവ് പറയുക, മറുകരയിൽ ഞാൻ പേർ വിളിക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് നിന്റെ പേര് വിളിക്കും. ആ വേദിയിൽ നീ കയറി നിന്നിട്ട് എന്തു പറയും? കർത്താവ് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടതെല്ലാം തന്നു, അർഹിക്കാത്തത് തന്നു, ആഗ്രഹിക്കാത്തത് തന്നു, പക്ഷെ എനിക്കെന്താ പ്രയോജനം? ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടയട്ടെ. ഈ രാത്രി കർത്താവ് ചോദിക്കുന്നു, അലൻ ഷൗവിന് പകരം ഞാനും നിങ്ങളും എഴുന്നേൽക്കണ്ടേ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ കരിസ്മ ക്രൂസേഡിൻ്റെ 3-ാം രാത്രി ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഞാൻ പേര് വിളിച്ച് മാനിക്കും. എനിക്ക് വേണ്ടി ഓടിയവനെ ഞാൻ എല്ലാവരുടെയും മുൻപിൽ പ്രശംസിക്കും. എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞവനെ ജീവകിരീടം നൽകി ഞാൻ ആദരിക്കും. എൻ്റെ കർത്തൃവേലക്കാരെ, ദൈവദാസീദാസന്മാരെ, മറുകര കണ്ട് നമ്മളിവിടെ ജീവിക്കണം കേട്ടോ. ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നത്, ആരെനിക്ക് വേണ്ടി പോകും? ഇനിയുള്ള നാൾ ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും. ചിലർ പറയുന്നത്, എനിക്ക് ആരോഗ്യമില്ല. അത് ചോദിക്കുന്നില്ല, നിനക്ക് മനസ്സുണ്ടോ? എനിക്കതിനുള്ള പ്രാഗൽഭ്യമില്ല. സാരമില്ല, മനസ്സുണ്ടോ? എനിക്കതിനുള്ള വിദ്യാഭ്യാസമില്ല. സാരമില്ല, മനസ്സുണ്ടോ നിനക്ക്? എനിക്കതിനുള്ള കഴിവില്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടോ എന്ന് മാത്രമാണ്. മനസ്സുണ്ടോ? വേണ്ടത് ഞാൻ നിനക്ക് തരാം. ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ചിലത് ഞാൻ ചെയ്യും. എനിക്ക് അവസരം തന്നാൽ, ആരോഗ്യം അനുവദിച്ചാൽ ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും. ആ തീരുമാനമുള്ളവർ അക്കരം ഉയർത്താമോ? ഇതൊരു ഉടമ്പടിയുടെ രാത്രിയാണ്. മറ്റാരെ നോക്കണ്ട. തീരുമാനമെടുക്കുന്നവർ അക്കരം ഉയർത്തിപ്പിടിച്ചു. ഇതൊരു മിഷൻ ചലഞ്ചിന്റെ രാത്രിയാണ്. ഈ ഉടമ്പടി കർത്താവുമായിട്ടാകട്ടോ. ഈ കരം ഉയർത്തിയവരൊക്കെ മറുകരയിൽ ചെല്ലുന്നൊരു ദിവസമുണ്ട്. ഇന്ന് രാത്രി ആ പ്രാർത്ഥനയുടെ സ്വരമുയരട്ടെ. കർത്താവെ, ഞാൻ തയ്യാറാണ്. ഇന്ന് രാത്രി ആ തീരുമാനമെടുക്കുന്നവരോട് ആത്മാവ് ഇടപെടുന്നത്, നിങ്ങൾക്ക് വേണ്ട കൃപ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ പകരാൻ പോവുകയാണ്. കോടാകോടി വിശുദ്ധർ അണിനിരക്കുന്ന വേദിയിൽ നിങ്ങളുടെയും പേര് വിളിക്കുന്ന സമയമുണ്ട്. ഇന്ന് രാത്രി ആ തീരുമാനമൊന്നെടുക്ക്. ഈ രാത്രി ആ തീരുമാനമെടുത്തവരുടെ മേൽ
ഒരു വലിയ ദൈവമഹത്വം ഇറങ്ങി വരാൻ പോകുകയാണ്. തീരുമാനമെടുക്കുന്നവരുടെ മേൽ വലിയ കൃപ വെളിപ്പെടാൻ പോകുകയാണ്. അതിനു വേണ്ട ബലം ദൈവം തരാൻ പോകുകയാണ് കേട്ടോ. അതിനു വേണ്ട കൃപ ദൈവം തരാൻ പോകുകയാണ്. അതിനു വേണ്ട ശക്തി ദൈവം തരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ആ തീരുമാനമെടുക്കുന്നവരുടെ മേൽ അസാധാരണമായ